സന്ദീപിന് എന്നെ മോളെ വേണ്ട. ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരുമ്പോ അവൾക്ക് ഇതുപോലെ ഗൗരിമോളുടെ അമ്മയായിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ലമ്മേ. പക്ഷേ എന്ന് കരുതി അവളോട് നീതികേട് കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോ നിന്റെ മോളുടെ ജീവിതോ? അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. സമൃദ്ധിക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടണം, അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നമ്മളെല്ലാം ഇത്രയും നാൾ അവളോട് ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ. നിയമത്തെക്കുറിച്ച് ഇത്ര അറിവുള്ള ഞാൻ പോലും സ്വന്തം ജീവിതത്തിന്റെ കാര്യം വന്നപ്പോൾ സ്വാർത്ഥനായി. എന്റെ കുഞ്ഞിനൊരു അമ്മ വേണം, അവളുടെ ജീവിതം നന്നാവണം, അത് മാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും കൂടി സമൃദ്ധിയുടെ സ്ഥാനത്ത് അവളെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു. ഒരു കോമാളിയെപ്പോലെ അവളെ താലി കെട്ടി എന്റെ ഭാര്യയാക്കാൻ ശ്രമിച്ചു. എന്നൊരു വിട്ടിയമ്മേ ഞാൻ. തെറ്റിപ്പോയി, വല്ലാതെ തെറ്റിപ്പോയി. സത്യം പറഞ്ഞ നമ്മളെല്ലാവരോടും ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി ആ പാവത്തിന്റെ ജീവിതം ബലി കൊടുക്കുമായിരുന്നു. അവളുടെ ഉള്ളിൽ പിടയുന്നതും മനസ്സ് നോവുന്നതെല്ലാം നമ്മൾ കണ്ടില്ല എന്നടിച്ചു. ഇനി അത് തുടർന്ന നമ്മളെല്ലാം മനുഷ്യരല്ലാതായി പോവും. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ അവൾ ആര് വേണമല്ലോ ആയിക്കോട്ടെ, എന്തു വേണമെങ്കിലും സംഭവിച്ചോട്ടെ. എന്നാലും എന്റെ തീരുമാനത്തിൽ ഞാൻ ഇനി പിന്നോട്ടില്ല. അമ്മ ഇപ്പൊ കണ്ടില്ലേ എന്റെ കുഞ്ഞിനോട് അവൾക്കുള്ള സ്നേഹം. ദൈവം അത് കാണാതിരിക്കില്ല. ആ ഒരു പ്രതീക്ഷയേ ഉള്ളൂ എനിക്കിപ്പോ. ദൈവം എന്നെ എന്റെ മോളെയും കൈവിടില്ല. ആരാ ആതിര? ഒരു രജിസ്റ്റർ ഉണ്ട്. ആതിരേ, ആതിരേ. ആ എന്താ? നിനക്കെന്തോ രജിസ്റ്റേർഡ്. ഇവിടെ ഒന്ന് ഒപ്പിട്ടേക്ക്. എന്തുപറ്റി? ആതിരേ, എന്താണെന്ന് പറ. എന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോയി. സന്ദീപിന് എന്താ? സന്ദീപിന് എന്നെ മോളെ വേണ്ട. ഡിവോഴ്സ് പെറ്റീഷൻ സന്ദീപ് ഒപ്പിട്ട് തിരിച്ചയച്ചിരിക്കുക. മോളെ പോലും ഓർത്തില്ലല്ലോ. ദൈവമേ, ഞാനും എന്റെ മോളെ എന്ത് ചെയ്യും?
ഇതിലൊന്നും പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവന്റെ മനസ്സ് ഇത്രയും കല്ലായി പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അതിരെ, വെറുതെ കരഞ്ഞു ബഹളം വെച്ച് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കല്ലേ. ഇപ്പൊ നമ്മൾ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. സച്ചേട്ടനും ആന്റിയും ഒക്കെ ഇത് അറിഞ്ഞാ ഇവിടെ എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം ഈ കരച്ചിലൊന്ന് നിർത്ത്. എന്നോടും മോളോടും സന്ദീപ് ഈ കൊലച്ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എടുത്തു ചാടി ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു. നീ എന്നെ കുറ്റപ്പെടുത്താണോ? കുറ്റപ്പെടുത്തുമല്ല, സങ്കടം കൊണ്ട് പറഞ്ഞതാ. ആതിരെ, ഡിവോഴ്സ് നോട്ടീസ് കയ്യിൽ കിട്ടുമ്പോ സന്ദീപിനും ഇത് തന്നെയാവും തോന്നിയിട്ടുണ്ടാവുക. ഏതായാലും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കരയാതെ നീ അകത്തേക്ക് വാ. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇനി എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? ഒപ്പിട്ടിരിക്കുന്നത് കണ്ടില്ലേ? നീ ഒന്ന് വന്നേ, എണീറ്റ് വാ. അതെന്താ തരാൻ? എന്താ എന്താ പ്രശ്നം? ഇവളെന്തായി കാണിച്ചു വെച്ചേക്കുന്നത് അമ്മ കണ്ടോ? എന്താ എന്താണ് ഇതില്? ഞങ്ങളോട് ആരോടും ആലോചിക്കാതെ നിനക്കിത് ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു? കാര്യം എന്താന്ന് പറയടാ. നമ്മൾ ആരും അറിയാതെ ഇവള് സന്ദീപിന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്റെ ദൈവമേ, ചതിച്ചോ? ദേ അമൃത, ഒപ്പിട്ട് തിരിച്ചയച്ചിരിക്കുന്നു. ഈശ്വരാ, എന്ന് പറഞ്ഞ ഇവളുമായിട്ടുള്ള വിവാഹബന്ധം ഒഴിയാൻ അവന് സമ്മതമാണെന്ന്.